Good morning, my dear friends. Welcome to Team Phoenix Launch and Relaunch Career at Work from Home. എനിക്കറിയാം ഇന്ന് വന്ന എല്ലാവരും ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ടൈമിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം തന്നെയാണ് അല്ലെ. സോ എനിക്ക് ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയിലൂടെ ഓഫർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ എല്ലാവരും ഒരു കരിയർ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു മണി ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിരിക്കും. ആരുടെ അടുത്തും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഒരു വീട്, ഒരു കാർ വാങ്ങാം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഉപരി എസ്പെഷ്യലി ഒരു ലേഡീസ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വന്തം ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്റെ ലിമിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് എന്റെ ഫ്ലെക്സിബിൾ ടൈമിൽ ഒരു പ്രൊഫഷനിലൂടെ എനിക്ക് എന്റെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി നമ്മൾ തേടി കണ്ടുപിടിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾക്ക് അറിയാം ഒരു എക്സ്പെൻസീവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ആലോചിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ആ എക്സ്പെൻസീവെ നമ്മൾക്കൊരു ഇൻകം ആയിട്ട് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഇതൊരു വെരി യൂണിക് ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് ഇവിടെ വന്ന് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസ്. ആരും നിങ്ങളെന്നെ ചോദിക്കാനോ അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറയില്ല. നമ്മളൊക്കെ അറിയാം ഇന്ന് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ഒരു കമ്പനിയുടെ താഴെ വർക്ക് ചെയ്യണം, ഒരു പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ ഒരു ഒരു കോർപ്പറേറ്റ് സെക്ടറിലോ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന വർക്ക് നമ്മൾ ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്ത് വർക്ക് ചെയ്യണം, എപ്പോൾ വർക്ക് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേമാതിരി വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ ഇന്ന് എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു വർക്കിംഗ് പേഴ്സണും അത് തന്നെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ വന്ന് ഒരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് കൊണ്ട് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജോബ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതേമാതിരി ഇന്ന് ട്രാവലിംഗ് ചെയ്യണം ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹം ഇല്ലെങ്കിൽ അത് നമ്മളുടെ സിറ്റുവേഷൻ ആണ് അത് വേണ്ടാന്ന് വെക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം, നിങ്ങളുടെ ആ ഒരു ഡ്രീം ഈ ഒരു പ്ലാറ്റ്ഫോം മൂലമായിട്ട് നിങ്ങൾക്ക് 100% സാധീകരിക്കാൻ പറ്റും. അതേമാതിരി തന്നെ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും നമ്മൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. ഒരു വർക്കിംഗ് പേഴ്സൺ അറിയാൻ പറ്റും അവർ എത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താലും അവർക്ക് ആ ഒരു റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടപ്പെട്ടാണ് മാത്രമാണ് അവർക്ക് അത് കിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾക്ക് 100% റെക്കഗ്നേഷൻ നമുക്ക് കിട്ടും. അത് മാത്രമല്ല, ഇതിനു വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരും, ഇന്നൊരു വർക്കിംഗ് പേഴ്സൺ ആവട്ടെ, ഒരു ഹോം മേക്കർ ആവട്ടെ, എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു വർക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഒരു ഡെയിലി റൊട്ടീൻ ടൈം ഉണ്ടായിരിക്കും. ആ ഒരു ഡെയിലി റൊട്ടീൻ ഒന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ, അതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കരിയർ നമ്മൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം മൂലമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് വിത്തൗട്ട് എനി 1 rupee ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമ്മൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അതും ഓൺലൈൻ ത്രൂ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് ഷൈനി മോഹൻ. ഞാനൊരു മോംപ്രനോർ ആണ്, ഡിജിറ്റൽ ലീഡർ ആണ്, ഓൺട്രപ്രനോർ, ബിസിനസ് കോച്ച് ആൻഡ് സെൽഫ് ഗ്രൂമിംഗ് ട്രെയിനർ ആൻഡ് ബ്രാൻഡ് പാർട്ണർ ഓഫ് ഇന്റർനാഷണൽ കമ്പനി. യെസ്, എന്റെ ജീവിതം ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ കാരണം തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനൊരു നോർമൽ ഹോം മേക്കറിൽ നിന്ന് ഇന്നൊരു ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും കാരണം ഇത് തന്നെയാണ്. ആഫ്റ്റർ മാരേജ് ഒരു ഫാമിലിയിൽ മാത്രം ഒതുങ്ങി കൂടിയ ഒരു ആളായിരുന്നു. ആ ഒരു ഫാമിലിയിൽ നിന്ന് നെക്സ്റ്റ് എന്ത് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹം എനിക്ക്
കുറച്ച് കുറച്ച് ജേർണി പോയതിന് ശേഷമാണ് ആലോചിക്കാൻ തുടങ്ങിയത്, എന്തോ ഒന്ന് സംതിങ് എനിക്ക് മിസ്സാവുന്നുണ്ടല്ലോ. എന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എല്ലാത്തിനും എന്തിനും ഏതിനും ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ ഒരു പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആളായിട്ട് ഉണ്ടായിരുന്ന എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, എനിക്ക് എന്റേതായിട്ടുള്ള എന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിലോ ആരും കൈ നീട്ടാൻ പാടില്ല. എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഞാനൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ആലോചിച്ചത്. എനിക്കൊരു ഐഡന്റിറ്റി, ഫസ്റ്റ് തിങ് എനിക്ക് അത് തന്നെയായിരുന്നു. എന്റെ ഐഡന്റിറ്റി, ഇന്നാളുടെ വൈഫ്, ഇന്നാളുടെ മോള്, ഇല്ല ഇവരുടെ മദർ എന്ന് പറയുന്നതല്ലാതെ ഞാൻ ഷൈനി മോഹൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആർക്കും അറിയില്ലായിരുന്നു. ആ ഒരു ഐഡന്റിറ്റിയാണ്, ആ ഐഡന്റിറ്റി വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടെത്തിച്ചത്. ബട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഞാൻ എൻജോയ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രൗഡായിട്ട് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ മനസ്സിലാക്കിയത് റെക്കഗ്നേഷനിലൂടെയാണ്. ഇവിടെ എനിക്ക് ഒത്തിരി ഇപ്പോഴും എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യം ട്രാവലിംഗ് ആൻഡ് റെക്കഗ്നേഷൻ ആണ്. ട്രാവലിംഗ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസ് ഓഫ് ഇന്ത്യയിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിട്ട് സ്റ്റേ ചെയ്യും ഒരു 5 days, അതും എന്റെ ചെലവിൽ എന്റെ ഹസ്ബൻഡിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. സോ ദാറ്റ് ഈസ് അത് വന്നിട്ട് എന്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതേമാതിരി ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പോയതേ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. റെക്കഗ്നേഷൻ എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു 360 ഡിഗ്രി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം മൂലമാണ്. ഞാൻ എന്റെ കരിയർ വന്നിട്ട് എന്റെ സ്റ്റഡീസിന് അനുസരിച്ചിട്ടുള്ള ഒരു കരിയർ ആണ് ഞാൻ ബിഫോർ മാരേജ് മുതലേ ഞാൻ എടുത്തിട്ട് കൊണ്ടുപോയാൽ കൂടി ഇത്രയും വലിയൊരു ചേഞ്ചസ് തീർച്ചയായിട്ടും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയത്. ഇന്ന് വന്നിട്ട് ഞാൻ ഒരു എന്റെ താഴെ ഒരു സീനിയർ മാനേജറെ ക്രിയേറ്റ് ചെയ്തു. അതേമാതിരി ടീം ഫീനിക്സ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ടീം എനിക്ക് വന്നിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റി. ഒരു SPO വന്നിട്ട് SPO ഓണറായിട്ട് ഞാൻ ഒരു SPO ഓഫീസ് വന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി, ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞ മതി എനിക്കൊരു ഐഡന്റിറ്റി വേണം, എനിക്കൊരു റെക്കഗ്നേഷൻ വേണം, എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. അത് എത്രമാത്രം നമ്മൾക്ക് വേണം, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ മേലെ നിങ്ങൾക്കൊരു ബിലീവ് ഉണ്ടായിരിക്കണം, ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ മേലെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ 100% ഗൈസ് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു ബിലീവ്നെസ് ആണ് നമ്മൾക്ക് വേണ്ട. ആ ബിലീവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും. എന്റെ വിഷനും അത് തന്നെയാണ്. മറ്റുള്ള ആളുകളുടെ ആഗ്രഹങ്ങൾ അവരെ എംപവർ ചെയ്ത് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി 200% എഫേർട്ട് സപ്പോർട്ട് എന്റെ സൈഡിൽ നിന്നുണ്ടായിരിക്കും. അതിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീമും നമ്മൾക്ക് ഉണ്ട്. സോ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ റെക്കഗ്നേഷൻസ് എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് നാഷണൽ ലെവലില്, സ്റ്റേറ്റ് ലെവലില് ആൻഡ് ബ്രാഞ്ച് ലെവലിലെല്ലാം ഞാൻ വന്നിട്ട് ഒരുപാട് റെക്കഗ്നേഷൻ റിവാർഡ്സ് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ടീം ഫിനിക്സിനെ പറയുകയാണെങ്കിൽ ഓരോ പേഴ്സണും അത്രയും പാഷനേറ്റ് ആയിട്ട് നമ്മളെ മാതിരി എന്തും എനിക്ക് സാധിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോസിറ്റീവായിട്ട് നെവർ എവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു 10,000 പീപ്പിൾ അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് ടീം ഫിനിക്സ്. അവര് ഓരോ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോലെ നമ്മളുടെ കൂടെ വന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി, ആ ഒരു ടീം വർക്ക് തന്നെയാണ് ഈ ടീമിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ലീനിയർ ഇൻകം ആണ് നമ്മളുടെ സെക്യൂരിറ്റി. നിങ്ങൾ അത് വിചാരിക്കുന്നുണ്ടോ? ലീനിയർ ഇൻകം എന്ന് പറയുന്നത് നമ്മളെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുന്നു, മാസാവസാനം നമ്മൾ ആ സാലറി വാങ്ങിക്കും, അല്ലെ? സോ ഇതാണ് ലീനിയർ ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ ലീനിയർ ഇൻകം ഇന്ന് നമ്മൾക്ക് അറിയാം, ഈ ഒരു നമ്മളുടെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മളൊക്കെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്ടറിലോ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എത്ര ആളുകളുടെ ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു മേഖലയാണത്. അതുമല്ലാതെ നമുക്ക് ഒരു റിട്ടയർമെന്റ് ലൈഫ് ഉണ്ട്. നമ്മൾ ജീവിതാവസാനം വരെയ്ക്കും ഒരു ജോബ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു 40 വയസ്സിന് ശേഷം ഒരു ജോബ് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. സപ്പോസ് ഒരു 40 ഇയേഴ്സിൽ ജോബ് നഷ്ടപ്പെട്ട ഒരാൾക്ക് നെക്സ്റ്റ് ഒരു കമ്പനിയിൽ പോയി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ലേഡി ആണെങ്കിൽ 30+ വരയ്ക്കും മാത്രമാണ് ആ ജോബ് കിട്ടുള്ളൂ. 30 ആയി കഴിഞ്ഞാൽ അവരെങ്ങനെയാ ലേഡീനെ പുറത്തിടാം എന്ന് മാത്രം ആലോചിക്കുക ചെയ്യാം. സോ വിമൻസിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്.
അങ്ങനെ അതും ഒരു റിട്ടയർമെന്റ് ലൈഫ് നമ്മൾക്ക് ഒരു ലെവൽ, ഒരു ഏജ് വരയ്ക്കും മാത്രമാണ് നമുക്ക് ആ ഒരു ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. നമ്മൾ ആ ഒരു റിട്ടയർമെന്റ് ലൈഫിനുള്ളിൽ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തീർക്കണമെങ്കിൽ മിനിമം 30 to 40 years നമ്മൾ വർക്ക് ചെയ്യണം. അതും നമ്മൾ ഫ്ലെക്സിബിൾ ടൈമാണോ നമ്മൾ വർക്ക് ചെയ്യണം, നമ്മളുടെ പ്രൊഡക്റ്റീവ് ടൈമാണ് അവർ നമ്മളെടുത്ത് ചോദിക്കുന്നത്. ഒരു 8 മണിക്കൂർ മുതൽ ഒരു 12 മണിക്കൂർ വരെ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യണം. നമ്മൾ ശരിക്കുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള 12 മണിക്കൂറാണ് നമ്മൾ ആ ഒരു വർക്കിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താലും ആ ഒരു ഫിക്സഡ് സാലറി മാത്രമാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ ഒരു ലീവ് എടുക്കാനുള്ള ഒരു പെർമിഷൻ പോലും നമ്മൾക്കില്ല. നമ്മുടെ ജീവിതമായി തന്നെ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു വർക്കാണ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഒരു ലീനിയർ ഇൻകം ലൈഫ് സ്റ്റൈൽ. പക്ഷെ ഒരു റെസിഡിയൽ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ ഒരു പാസീവ് ഇൻകം ആണ്. ഒരു പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ജീവിതാവസാനം വരയ്ക്കും നമ്മൾക്ക് അതിൽ നിന്ന് ഇൻകം എടുക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മളെ നെക്സ്റ്റ് ജനറേഷനും നമ്മൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൈമാറാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അയ്യോ ഇത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ എല്ലാം ചെയ്ത് തീർക്കണം, എന്റെ ഇൻകത്തിൽ നിന്ന് എടുത്ത് തന്നെ ഞാൻ ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയാ ഒരു ടെൻഷൻ നമ്മൾക്ക് ഉണ്ടാവില്ല. ഇതിനു വേണ്ടി നമ്മൾ 30-40 വർഷം ഒന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 5 years, 5 വർഷം നിങ്ങൾ ഫോക്കസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200% ഡെഡിക്കേഷൻ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അത് ഒരു ദിവസം മിനിമം 3 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 100% ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിലാണ്. 3 മണിക്കൂർ എന്ന് പറഞ്ഞത് ഒരേ ഫിക്സഡ് ടൈമിൽ 3 മണിക്കൂറല്ല, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടണോ അപ്പോഴാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ട് നമ്മൾക്ക് തീരുമാനിക്കാം എത്ര ഇൻകം വരണം എന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ മാസം ഇത്ര ഇൻകം വേണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻകം എനിക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ ആരുടെ കൂടെ വർക്ക് ചെയ്യണം, നമ്മൾ എപ്പോ വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, എത്ര ദൂരം നമ്മൾ പോകണം, എല്ലാം ഡിസൈഡ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് നമ്മളെ കയ്യിലുള്ളത്. നമ്മൾ ജീവിക്കുന്നതേ വന്നിട്ട് അങ്ങനെ ഒരു ലൈഫിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കണം. ആ ലൈഫിനെ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇന്ന് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരുപാട് പേര് ഫാസ്റ്റ് ആയിട്ട് സക്സസ് ചെയ്യണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും കാരണം വന്നിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ ഇന്ന് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവർ ആരും ഇല്ല. എല്ലാത്തിനും നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സോഷ്യൽ മീഡിയ ആണ് നോക്കണം. അതേ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ലീഡ്സ് വന്നിട്ട് നിങ്ങൾക്ക് ആ സോഷ്യൽ മീഡിയ വഴി കണ്ടുപിടിക്കാം. ഇന്ന് വെബ്സൈറ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ ട്വിറ്റർ പേജോ ഇല്ല ഇൻസ്റ്റഗ്രാം പേജ് വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. വെബിനാർ വഴി നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലേൺ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് വന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇതിൽ ഒരു ബിസിനസ് കോച്ച് ആയിട്ടാണ് ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതേമാതിരി മറ്റുള്ളവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുക. അതാണ് ആക്ച്വലി ബിസിനസ് കോച്ചിന്റെ വർക്ക്. അതിന് നമ്മൾക്ക് ട്രെയിനിങ്സ് ആവശ്യമാണ്. ആ ട്രെയിനിങ്സ് വന്നിട്ട് നമ്മൾ എവിടെയും പോയി ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ വെബിനാർ ത്രൂ നമ്മൾ ലേൺ ചെയ്യാം, വെബിനാർ ത്രൂ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ആൻഡ് വാട്സ്ആപ്പ് വഴി നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ആരാണ് തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓറിഫ്ലെയിം സ്വീഡൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓറിഫ്ലെയിം സ്വീഡൻ എന്ന് പറയുന്നത് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് സ്ട്രോങ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് 1967 ആരംഭിച്ച ഒരു കമ്പനി 53 years എബോ 2 യോക്നിക് ബ്രദേഴ്സിന്റെ ഒരു ഐഡിയ ആണ്. അവരുടെ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ്, ഇതൊരു ബ്യൂട്ടി കമ്പനി, ഇന്റർനാഷണൽ ബ്യൂട്ടി കമ്പനിയാണ്. ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് കറക്റ്റ് ആയിട്ട് വേൾഡിലുള്ള എല്ലാ പീപ്പിളിനും റീച്ച് ആവണം എന്നുള്ള ഒരു സംരംഭത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ഐഡിയയിൽ നിന്ന് ആരംഭിച്ച ഒരു കമ്പനിയാണത്. സോ ഇപ്പൊ ബ്യൂട്ടി പ്രോഡക്ട്സ് പറഞ്ഞ ഉടനെ നിങ്ങൾ വന്നിട്ട് ഈ ഒരു ഇത് കട്ട് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല, ഫുൾ ആയിട്ട് കേൾക്കും. സോ ആ ഒരു ഇന്റർനാഷണൽ കമ്പനി 1967 ആരംഭിച്ച കമ്പനി ഇന്ന് 68 കൺട്രികളിലാണ് വർക്ക് ചെയ്യണത് ഗൈസ്. 68 കൺട്രികളിൽ അവർ സക്സസ് ആയിട്ട് അവരുടെ 50 വർഷം കൊണ്ട് അവർ സക്സസ് ആയിട്ടിരിക്കുന്നു. സോ അതിൽ നിന്നേ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല 3 million ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആണ് അവരുടെ ലൈഫ് വന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത്.
ആൻഡ് ഇവിടുത്തെ ഒരു യൂണിക്നെസ്, ഇവിടുത്തെ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിക് പ്രോഡക്ട്സ്, ഒരു ബെസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു സക്സസ് പ്ലാൻ ആണ്. ഈ ഒരു ലാഡറിലൂടെയാണ് നമ്മൾ കയറുന്നത്. ഇതൊരു ജീനിയാണ്, ഓറിഫ്ലെയിമിന്റെ ജീനി എന്ന് പറയാം ഇത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജീനിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. അവര് ആ ഒരു ജീനി ആ ഒരു ജീനി എവിടെയാണ്, ഏത് സ്റ്റെപ്പിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഉള്ളത്, ആ ഡ്രീം നോക്കി നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾക്ക് ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ, സിസ്റ്റം ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ, കമ്പനി ഉണ്ട്. അതിലൂടെ നമ്മൾ കയറി പോകുമ്പോൾ നമ്മൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ ഒരു സക്സസ് പ്ലാൻ എന്ന് പറയുന്നത് വേറെ ഒരു കമ്പനിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് വെരി 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 യൂണിക് ആയിട്ടുള്ള ഒരു സക്സസ് പ്ലാൻ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് 17 ക്യാഷ് അവാർഡ് ഒരു പേഴ്സൺ എടുക്കാൻ പറ്റും. 17 ക്യാഷ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയ്ക്കും കൊടുത്തിരിക്കുന്നതാണ്. 17 ക്യാഷ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. 17 ക്യാഷ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വന്നിട്ട് 10 crore 50 lakhs rupees നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതില് ക്യാഷ് അവാർഡ് മാത്രം ഏൺ ചെയ്യാൻ പറ്റും. അതേമാതിരി 279 crore ബോണസ് മാത്രം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതേമാതിരി ഇൻകം ഓരോ ലെവൽ നിങ്ങൾ പോകുമ്പോഴും നിങ്ങളുടെ ഇൻകം കയറിയിട്ടേയിരിക്കും. ആൻഡ് PD, monthly income, yearly income, bonus, cash awards and dream program. ഡ്രീം പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും നമ്മൾക്ക് ഈ ഒരു സക്സസ് പ്ലാനിൽ ഇത് വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സക്സസ് പ്ലാൻ എന്ന് പറയുന്നത് വെരി യൂണിക് സക്സസ് പ്ലാൻ ആണ്. വേറെ ഒരു കമ്പനിയിലും കൊടുക്കാൻ പറ്റാത്ത ഒരു സക്സസ് പ്ലാൻ ആണ് ഓറിഫ്ലെയിമിലുള്ളത്. സോ നമ്മൾ പറയുന്ന ഒരു ഗോൾ, എപ്പോഴും പറയുന്നത് ഗോൾഡ്, നിങ്ങൾ ഒരു 6 മാസം നിങ്ങൾ ഫിക്സ് ചെയ്യൂ. നിങ്ങൾ അല്ലെങ്കിൽ ഒരു 6 to 1 yearനുള്ളിൽ എനിക്ക് ഈ ഗോൾഡ് എന്ന് പറയുന്ന ആ സ്റ്റെപ്പിൽ കയറി നിൽക്കണം. അതിനു വേണ്ടി മാത്രം നിങ്ങൾ വർക്ക് ചെയ്യൂ. അതിനു വേണ്ടി മാത്രം നിങ്ങൾ ട്രൈ ചെയ്യൂ. ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. നിങ്ങൾ ഇതിന് ഒരു 6 മാസം കൊണ്ട് എന്റെ ജീവിതം മാറ്റി മറിക്കാൻ പറ്റുവെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? അങ്ങനെ ഒരു ഡിസിഷനിൽ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റും. 6 മാസം കൊണ്ട് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുക അറിയോ? ഹയർ ഏർണിംഗ്സ്, ക്യാഷ് അവാർഡ്സ്, റെക്കഗ്നേഷൻസ്, കോൺഫറൻസ് ആൻഡ് ക്വാളിഫൈ ഫോർ ദ കാർ പ്രോഗ്രാംസ്. ഇത്രയും കാര്യങ്ങളും നമ്മൾക്ക് വന്നിട്ട് ഗോൾഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഗോൾഡ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഗോൾ. ഇതൊരു ഗോൾ സെറ്റിംഗ് സിസ്റ്റം ആണ്. ആ ഗോൾഡ് വന്നിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും. അപ്പോൾ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗോൾഡ് വന്നാൽ നമ്മൾക്ക് എത്രയാണ് മന്ത്ലി ഇൻകം കിട്ടുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 lakh rupees മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. 2.25 lakhs ക്യാഷ് അവാർഡ് and world-class recognitions and international and national trip and qualify for the CAR program. ഇത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഡ്രീം പ്രോഗ്രാം എന്നുള്ളത്. ഡ്രീം പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രീം എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. കുറച്ച് സമ്പാദിക്കണം, വീട് വാങ്ങിക്കണം, കാർ വാങ്ങിക്കണം, കുട്ടികളെ നന്നായി എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരുടെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇതാണ് ഏതൊരു മനുഷ്യന്റെയും ഡ്രീം ഇന്ത്യയില്. അതുകൊണ്ടാണ് ഈ ഡ്രീം പ്രോഗ്രാം മൂലം നിങ്ങൾ വാങ്ങുന്ന എന്താ 1 lakh rupee ഉണ്ടല്ലോ മന്ത്ലി, അതിന്ന് ഒരു 1 rupee കൂടി നിങ്ങൾക്ക് ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മന്ത്ലി ഇൻകത്തിൽ നിന്ന് 1 rupee കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാതെ ഇത് 5 കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ട് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. ജസ്റ്റ് 5 years മാത്രം നിങ്ങൾ വന്നിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ഡെഡിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മളുടെ മന്ത്ലി എക്സ്പെൻസീവ്, നമ്മുടെ മന്ത്ലി ഇൻകം മാറ്റണം. ആൻഡ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസ്. ആ ഒരു ബോസ്, ഇത് എന്റെ ബിസിനസ് ആണ്, എന്റെ സംരംഭമാണ് എന്നുള്ള ഒരു തിങ്കിങ്, അത് മാത്രം മതി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ എന്താണ് മന്ത്ലി ഇൻകം, മന്ത്ലി എക്സ്പെൻസീവ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മളെല്ലാവരും എക്സ്പെൻസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു അതർ ബ്രാൻഡ് പ്രോഡക്ട്സ്, ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കുളിക്കാൻ സോപ്പ് ആവട്ടെ, ഷാമ്പു ആവട്ടെ, സ്കിൻ കെയർ ആവട്ടെ, ബോഡി കെയർ ആവട്ടെ, ഫ്രാഗ്രൻസ് ആവട്ടെ, അക്സസറീസ് ആവട്ടെ, എല്ലാം നമ്മൾ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരിക്കും. ആ ഒരു ബ്രാൻഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ബ്രാൻഡിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതേമാതിരി ഇന്ന് ഒരുപാട് പേര് ഒരു ഓപ്പർച്യൂണിറ്റി വേണം, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ ആ ലൈക്ക് മൈൻഡഡ് പീപ്പിളിനെ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഷെയർ ചെയ്ത് അവരെ നിങ്ങളുടെ കൂടെ കൂട്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങാം. സോ ഇവിടെ വന്നിട്ട് പ്രോഡക്ട്സ് വന്നിട്ട് എങ്ങനെയാണ് കിട്ടുക? നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് അത്രയും പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ 50 and 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ?
ഇല്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സിന് നിങ്ങൾക്ക് 20 മുതൽ 50% വരെ ഡിസ്കൗണ്ട് പ്രോഡക്ട്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഒരു 10 പേരെന്നെ നിങ്ങൾ വന്നിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക ഈ ഒരു ബിസിനസ് സംരംഭത്തിലേക്ക്. അത്രമാത്രമാണ് നമ്മളെ ജോബ് എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്? സ്കിൻ കെയറിന്റെ നമ്മളെ ഫേസ് വാഷോ ഫേസ് ക്രീമോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കളേഴ്സ് ഉണ്ട്. നമ്മള് നോർമലി കാജൽ, ലിപ്സ്റ്റിക്, ഐലൈനർ അങ്ങനെയുള്ള കളേഴ്സ് പ്രോഡക്ട്സ് ഉണ്ട്. ആൻഡ് വെൽനസ് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മളെ സപ്ലിമെന്റ്സ് ഇന്ന് എല്ലാവർക്കും അറിയാം ഹെൽത്തിൽ സപ്ലിമെന്റ്സ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണുള്ളത്. ആ സപ്ലിമെന്റ്സ് ഉണ്ട്. ആൻഡ് ഫ്രാഗ്രൻസ് ഉണ്ട്. ബാത്ത് ആൻഡ് ബോഡി നമ്മൾ യൂസ് ചെയ്യുന്ന വാഷ്റൂമിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ബാത്ത് ആൻഡ് ബോഡി ആൻഡ് ആക്സസറീസ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു 20 to 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾക്ക് വന്നിട്ട് 3 ഓഫറാണ് തരുന്നത്. ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് ആളുകൾ ഈ ഒരു കമ്പനിയെ തേടി വരുന്നത്. ലുക്ക് ഗ്രേറ്റ്, മേക്ക് മണി, ഹാവ് ഫൺ. ഇത് മൂന്നും ഈക്വൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ഫുൾഫിൽ ആയി തന്നെ പറയാൻ പറ്റും. സോ നമ്മളെ ഇന്നർ ആൻഡ് ഔട്ടർ ബ്യൂട്ടി വന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്. ഇത് സ്വീഡൻ നേച്ചർ ആൻഡ് സയൻസ് കൊളാബ്സ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രോഡക്ട്സ് നമ്മൾ തയ്യാറാക്കുന്നത്. സ്വീഡൻ എന്ന് പറഞ്ഞാലേ നമുക്കറിയാം നാച്ചുറലി എത്ര വന്നിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണെന്ന്. അത് മാത്രമല്ല ഓറിഫ്ലെയിം പ്രോഡക്ട്സ് ആർ ദ ബെസ്റ്റ് പ്രോഡക്ട്സ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് വെറും വാക്കുകൊണ്ട് വേർഡ് കൊണ്ട് അല്ല നമ്മൾ പറയുന്നത്. 6 ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ വന്നിട്ട് ഫോളോ ചെയ്യുന്നത്. ഈക്കോ എത്തിക്കൽ സ്ക്രീനിങ്. നമ്മൾ വന്നിട്ട് യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സും നമ്മളെ നാച്ചുറിനെയോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെയോ ഹാം ചെയ്യുന്ന മാതിരി ഒന്നും ചെയ്യുന്നില്ല. അനിമൽസിനെയോ നമ്മൾ ഹാം ചെയ്യണില്ല. 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈവൻ എക്സ്ഫോളിയൻസ് സ്ക്രബ് കൂടി നമ്മൾ വന്നിട്ട് നാച്ചുറൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേമാതിരി നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്, സേഫ്റ്റി സ്റ്റാൻഡേർഡ്, യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്, ദ നമ്പർ 1 സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഇൻ ദ വേൾഡ്. അതേമാതിരി നോൺ GMO ജെനറ്റിക് മോഡിഫൈഡ് ഓർഗാനിസം ഒന്നും നമ്മൾ വന്നിട്ട് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നില്ല. നാച്ചുറൽ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളുടെ പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുന്നത്. അതേമാതിരി ഒരു പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ സ്വന്തമായിട്ടുള്ള R&D ഉണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിൽ 100 സയന്റിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് നമ്മളുടെ പാറ്റന്റ് ടെക്നോളജി എല്ലാം കണ്ടുപിടിക്കുന്നത്, റിസർച്ച് ചെയ്യുന്നത് പ്രോഡക്ട്സ്. അവര് റിസർച്ച് ചെയ്ത് വോളണ്ടിയേഴ്സ് ടെസ്റ്റ്, ക്ലിനിക്കൽ ടെസ്റ്റ് ആൻഡ് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 to 7 ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലെ ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓറിഫ്ലെയിം പ്രോഡക്ട്സിന് നമ്മൾ 100% ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് ഓറിഫ്ലെയിം പ്രോഡക്ട്സ് ദ ബെസ്റ്റ് പ്രോഡക്ട്സ്. ഇന്ന് ക്രേസി ആയിട്ട് പീപ്പിൾ ഓറിഫ്ലെയിം പ്രോഡക്ട്സ് വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് റീസൺ അത് തന്നെയാണ്, ഈ ഒരു റിസൾട്ട് തന്നെയാണ്. സോ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ഗോൾ, നിങ്ങൾ ആ ഒരു 6 months ഗോൾ നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് 6 മാസം കൊണ്ട് ഒരു 6 ഡിജിറ്റ് ഇൻകം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ 100% എന്റെ ഡെഡിക്കേഷൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വരികയാണെങ്കിൽ 200% സപ്പോർട്ട് ചെയ്യാൻ ടീം ഫീനിക്സ് ആൻഡ് കമ്പനി നിങ്ങളുടെ സൈറ്റിൽ ഉണ്ടായിരിക്കും ഗൈസ്. 100% ഉണ്ടായിരിക്കും. അത് വിശ്വസിച്ച് ഇറങ്ങിയോണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. ഇന്ന് ടീം ഫീനിക്സിൽ ഇരിക്കുന്ന ഓരോ പേഴ്സണും ആ ഒരു സക്സസ് ജേർണി, സക്സസ് ടേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഓറിഫ്ലെയിം അക്കാഡമിക് ട്രെയിനിങ്സ് ഉണ്ട്, ടീം ഫീനിക്സ് ട്രെയിനിങ്സ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഒരു ഓൺബോർഡിങ് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, ഒരു 90 days വന്നിട്ട് നമ്മൾ ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് കാണാം. അതിൽ നമ്മൾ എന്തൊക്കെയാണോ ട്രെയിനിങ്ങിൽ പറഞ്ഞു തരുന്നത് അത് അങ്ങനെ വർക്ക് ചെയ്യുക. ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്ക് ഒരു ഡിജിറ്റൽ ടൂൾസ് ഉണ്ട്, ആപ്സ് ഉണ്ട്. ആപ്സ് മൂലമാണ് നമ്മൾക്ക് ഇത് വന്നിട്ട് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ പ്രോഡക്ട്സ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നത് സത്യസന്ധമാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേമാതിരി ഒരു നിങ്ങളുടെ കോണ്ടാക്ട്സിൽ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു 5 പേരെന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി കൊടുക്കൂ. അതിനുശേഷം ഒന്നെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മളെ വീഡിയോസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് വന്നിട്ട് വാച്ച് ചെയ്ത് അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതേമാതിരി ഈ ഒരു പ്രോഡക്റ്റ് നോളജ് നിങ്ങൾ എടുത്തതിന് ശേഷം പ്രോഡക്ട്സിനെ കുറിച്ച് ഒരു 5 പേരുടെ അടുത്ത് സംസാരിക്കൂ. ആ ഒരു പ്രോഡക്ട്സ് അവരെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ അടുത്ത് റിവ്യൂസ് വാങ്ങിക്കൂ. ആൻഡ് ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കരിയർ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. 100% വിശ്വസിച്ച് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സഹായിക്കും എന്നുള്ളതിന് ഒരു 1000 times ഗ്യാരണ്ടി ഞാൻ കൊടുക്കാൻ പറ്റും. ബിക്കോസ് അത്രയും സ്ട്രോങ് ആയിട്ട് ബിലീവ്
ബിലീവ് ചെയ്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ആ ഒരു സക്സസ് ജേർണി ടേസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ ആരാണോ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അവരെ കോൺടാക്ട് ചെയ്യൂ. കോൺടാക്ട് ചെയ്ത് രജിസ്ട്രേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യൂ. ആൻഡ് ട്രെയിനിങ്സ് ആരംഭിക്കൂ. ആൻഡ് സക്സസ് ജേർണി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതിന് ഉറപ്പ് കൊടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.